സഖാക്കളും ജനങ്ങളും അവരുടെ സ്നേഹം അറിയിക്കുകയാണ്. കണ്ടുവിടറാതെ ഇന്നലെ നമ്മൾ എന്ത് കേട്ടോ അതിനാവർത്തനമായി ഈ വിലാപയാത്രയെ അനുഗമിച്ചുകൊണ്ട് നിരവധി സഖാക്കൾ ഇതാ വീണ്ടും ആ മുദ്രാവാക്യം ആവർത്തിക്കുകയാണ്. കണ്ണേ കരളെ എന്ന് വിളിച്ച് യാത്രയാക്കുകയാണ്. ആ മൂല്യങ്ങൾ മരിക്കുകയില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതാ ഇവിടെ നിന്ന് പുറത്തേക്ക് വിലാപയാത്ര ആരംഭിക്കുമ്പോൾ വേലിക്കാത്ത വീട്ടിൽ നിന്ന് VS ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങുമ്പോൾ പ്രകൃതിയും ഒന്ന് കണ്ണീർ പൊഴിച്ചോ സംശയിക്കുന്നത് പോലെ വലിയൊരു മഴ ആ സമയത്ത് വിലാപയാത്ര തുടങ്ങുന്ന സമയത്ത് ഭൗതികദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് വലിയ മഴയുണ്ടായിരുന്നു. ആ മഴ, ആ നാട്, ആ വീടുമായി ബന്ധപ്പെട്ടിരുന്ന പ്രദേശം അവരുടെ കണ്ണീരാണോ എന്ന് സംശയിക്കുമാറ് മഴ അത്രമാത്രം ശക്തമായി അല്പസമയത്തേക്ക് പെയ്തു. വാഹനം കടന്നു പോകുമ്പോൾ ആ മഴ ഇപ്പോൾ ഇല്ല. ആ മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോഴും അവർ പറയുന്നത്. അവിടെയുള്ള ഓട്ടോ തൊഴിലാളികൾ VSന്റെ സുഖവിവരം അന്വേഷിക്കുമായിരുന്നു. അയൽവാസികൾ, ഏറെ വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ, സന്തത സഹചാരികൾ, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച മനുഷ്യർ, ഇവരൊക്കെയും ഇന്ന് നാടിന്റെ പല ഭാഗങ്ങളിലായി തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തി. കാരണം കേവലം 2 ജില്ലകൾ മാത്രം കടന്നാണ് ആലപ്പുഴയിലേക്ക് പോകുന്നത്. തിരുവനന്തപുരവും കൊല്ലവും കടന്ന് ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ മറ്റു പലർക്കും അവസാന നോക്ക് കാണാൻ കഴിയില്ല എന്ന ആശങ്കയുള്ളത് കൊണ്ട് തന്നെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ കാസർഗോഡ് നിന്നടക്കം ജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. അനന്തപുരി ഇന്ന് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. VSനോടുള്ള സ്നേഹം കൊണ്ടും VSനെ അവസാനം യാത്രയാക്കാനുള്ള മനസ്സുകൊണ്ടും എത്തിയ മനുഷ്യർ. പാർട്ടിക്കുള്ളിലെടുത്ത നിലപാടുകളിൽ പലപ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ VSനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തളരാതെ കൂടെ നിന്നു. കുലംകുത്തിയെന്ന് വിളിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും അങ്ങനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ പോലും പലതിനോടും മുഖം തിരിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ സധൈര്യം മുന്നോട്ട് പോകാനോ നെഞ്ചും വിരിച്ച് ഇതൊക്കെ നേരിടാനോ VSനെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരനായി എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഒഞ്ചിയത്തേക്ക് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് 30-ാം ദിവസം വന്നിറങ്ങുമ്പോൾ വലിയ കോളിളക്കമാണ് ഉണ്ടായത്. പാർട്ടി പ്രവർത്തകർ വലിയ വിപ്ലവാത്മകമായ ഒരു അന്തരീക്ഷത്തിലൂടെ ആണ് അന്ന് VSനെ എതിരേറ്റത്. എല്ലാവർക്കും അതൊരു ആശ്വാസവുമായിരുന്നു. പക്ഷെ അതിന് പകരം കൊടുക്കേണ്ടി വന്നത് പലതുമാണ് VSന്.